ഹായ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മൂന്ന് കപ്പ് ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2 പാൽ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയൊന്നുമില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം വേവിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാരയും മിൽക്ക് മേഡൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഗോതമ്പ് വേവിക്കുന്ന നേരം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങയുടെ പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാണ്ട് അവിടെ തന്നെ കട്ടി പിടിച്ച് പോകും. പിന്നെ ഈ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഒന്ന് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഗോതമ്പും പാലും വേറിട്ട് നിൽക്കും. ഇത് ഒഴിച്ച് കൊടുത്താൽ നല്ലോണം യോജിച്ച് നിൽക്കും. അതുകൊണ്ടാണ് 12 ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത് അവസാനം ഇട്ട് കൊടുക്കാൻ പറ്റും. ആദ്യം ഇട്ട് കൊടുത്താൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവും, അതിന് ടേസ്റ്റും കിട്ടൂല. അതുകൊണ്ടാണ് അവസാനം ഇട്ട് കൊടുത്തത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചുവപ്പിച്ചെടുക്കാം. ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പായസത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ചെയ്യുക.